പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ മാർഗങ്ങളെ കുറിച്ചിട്ട്. സോ അപ്പോൾ നെക്സ്റ്റ് അടുത്ത മാർഗം എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. നമ്മൾ ഇത് ശരിക്കുള്ള സൈക്ലിക്കൽ പിൽസ് എന്ന് പറയും. അതായത് രണ്ട് ഹോർമോൺസ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നിശ്ചിത അളവിൽ കൃത്യമായിട്ട് 21 ദിവസത്തേക്ക്. ഇപ്പം നമുക്ക് വന്നിട്ട് വളരെ ലോ ഡോസിൽ, അത് തന്നെ ഏറ്റവും ഡോസ് വളരെ കുറച്ച് പാർശ്വഫലങ്ങളില്ലാതെ സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ലോ ഡോസ് പിൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ 99% കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് ഉള്ള ഒരു സംഗതിയാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് സംസാരിക്കാനാണ്. എൻ്റെ പേര് അസീന. ഹസീന ഡോക്ടർ അടുത്ത് ചോദിച്ചോളൂ. എനിക്ക് ഫസ്റ്റ് പ്രഗ്നന്റ് ആയി 5 മാസമായപ്പോ അബോർഷനായി. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, കേക്കാം ഹസീന. അടുത്ത് രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോ സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞ് സ്റ്റിച്ച് ഇട്ടായിരുന്നു. എൻസർക്ലാജ്. ഓക്കെ, എൻസർക്ലാജ് ചെയ്തു. ഓക്കെ, പക്ഷെ 6 മാസവും 10 ദിവസമായപ്പോ ഡെലിവറി ഉണ്ടായി. വീണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു. എൻസർക്ലാജ് ചെയ്തിട്ടും പിന്നെയും ആയി അല്ലേ? 6 മാസവും 10 ദിവസമായപ്പോ. ഓക്കെ. പക്ഷെ നമ്മളവിടെ NICയിലൊക്കെ വെച്ചിരുന്ന് 3 മാസം അവിടെ ഇരുന്ന് മോനുണ്ട് ഇപ്പൊ. ഓ, വെരി ഗുഡ്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, നോർമൽ ബേബി. 900 ഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. 2.5 വയസ്സായി. ശരി. അവന് 2 വയസ്സായപ്പോ അടുത്ത് പ്രഗ്നന്റ് ആയി. ഈ മോന് 2 വർഷം കഴിഞ്ഞിട്ട് അടുത്തായി. മനസ്സിലായി. അത് ഇതുപോലെ 3 മാസമായി. ആദ്യം നമ്മള് 1.5 മാസമായപ്പോ സ്കാൻ ചെയ്തപ്പോ 3 സെന്റിമീറ്റർ എന്തോ ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ ഇതിന് ഗർഭവായു മുഖം സെർവിക്സിന്. പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല. 3 മാസം ആയപ്പോ സ്റ്റിച്ച് ഇടണോന്ന് പറഞ്ഞായിരുന്നു. 3 മാസമായപ്പോ 3 മാസമായപ്പോ സ്റ്റിച്ച് ഇട്ട് അടുത്ത 5 മാസം ആകാറായപ്പോ ഫുൾ റെസ്റ്റ് ആയിരുന്നു. എന്നിട്ട് 5 മാസം ആകാറായപ്പോ ഈ ലെങ്ത് വന്നിട്ട് 4.5 സെന്റിമീറ്റർ ആയി. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും അബോർഷനായിരുന്നു. അവര് പറയുന്നത് സെർവിക്കൽ ഇൻകോമ്പിറ്റൻസി എന്നാണ് പറയുന്നത്. അതാണല്ലോ, അതായതുകൊണ്ടാണല്ലോ സ്റ്റിച്ച് ഇട്ടത്. ഇതും സ്റ്റിച്ച് ഇട്ടതിന് ശേഷവും ഇങ്ങനെ ആയ. അപ്പൊ അത് എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്? ഇതിന് ഈ 2 ട്രീറ്റ്മെന്റ് ആണ് പറയണത്. അതായത് ഗർഭവായു മുഖത്തിന് ശരിക്കുള്ള അടയാനും നീളം ഇല്ലായ്മയും അടഞ്ഞ് ഇരുന്നാലേ കുഞ്ഞിനെ അകത്ത് തങ്ങി നിർത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാരെയും പോലെ അസീനയ്ക്ക് അതൊന്ന് തങ്ങി നിർത്താനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ടൈറ്റാക്കി പുറത്ത് നിന്ന് സ്റ്റിച്ച് ഇട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്നത് കാല് ഒരു സൈഡ് പൊക്കി വെച്ച് ഫുൾ ബെഡ് റെസ്റ്റിൽ, അതെ, ഫുൾ ബെഡ് റെസ്റ്റിൽ കിടക്കുക. പിന്നെ അതിനെ ക്ലോസ് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് റെഗുലറായിട്ട് എടുക്കുക. ആഴ്ചതോറും ഡെയിലി ഇഞ്ചെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഇതേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്, വേറെ മാർഗങ്ങൾ ഇല്ല. അപ്പോൾ ഇത് ഈ 2-3 കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്ന്, പിന്നെ യൂട്രസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക, അതിനുള്ള ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും ഒക്കെ, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വൽ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ എല്ലാം കരുതിയിരിക്കുക. ഒരു 7 മാസത്തിലൊക്കെ ചിലപ്പം ഡെലിവറി നടന്നാലും കുഞ്ഞിന് NICUവിൽ വെച്ച് പരിപാലിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഒന്ന് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. ഇല്ല, അത് തന്നെയാണ്. അതൊക്കെ അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ കെയർ വേണമെങ്കിൽ ഹോസ്പിറ്റലൈസ് ആയിട്ട് നോക്കണം. അടുത്ത പ്രഗ്നൻസിയിൽ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് റെസ്റ്റ് എടുത്ത് റെഗുലർ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്ന് നോക്കുക. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, ഹോർമോൺ ടാബ്ലറ്റ്സ്, അതെ, പിൽസ്. അപ്പൊ ഈ പിൽസ് എടുക്കുന്നതിന്റെ കാര്യം വരുമ്പം എല്ലാവർക്കും ചെറിയ ചെറിയ അളവിലുള്ള അതെ നെഗറ്റീവ് പോയിന്റ്സിനെ പറ്റിയായിരിക്കും എല്ലാവർക്കും കൂടുതൽ അറിയാവുന്നുള്ളത്. സോ അപ്പം എല്ലാവരും ഉടനെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ചെറിയ നെഗറ്റീവ് പോയിന്റ്സ് അല്ലാതെ ഉള്ള കാര്യങ്ങൾ, ഒന്ന് തടി വെക്കുമെന്ന് ചോദിക്കും.
രണ്ടാമത്തെ കാര്യം ഭാവിയിൽ എന്തെങ്കിലും അതിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും വേറെ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം അതിന് വേറൊരു ദോഷമുള്ളത് ഡെയിലി നൈറ്റാണ് നമ്മൾ പറയുന്നത്, മറക്കാണ്ട് കിടക്കണതിന് മുമ്പേ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് ഓർത്ത് കഴിച്ചിട്ട് കിടക്കണം എന്ന് പറയും. ഒരു പക്ഷേ അത് കഴിക്കാൻ മിസ്സായി പോയാൽ 2 ദിവസത്തിന് കൂടുതൽ മിസ്സായാൽ തീർച്ചയായിട്ടും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടും, ഫെയിലിയർ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മളുടെയും കൂടെ ഒരു ചിട്ട അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഈ 99% അതിൻ്റെ ഒരു സക്സസ് റേറ്റ് മുമ്പോട്ട് പോകുന്നത്. സോ അപ്പം ആ ഒരു കാര്യം കൂടി അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതിലൊന്നും 100% ഈ സൈഡ് ഇഫക്ട്സിനെ പറ്റിയുള്ളതിൽ സത്യസന്ധതയൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു, ആദ്യം ഇറങ്ങിയ വളരെ കാലത്തിന് മുമ്പ് ഇറങ്ങിയ ഹൈ ഡോസ് പിൽസിലായിരുന്നു ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഈ വലിയ തടി വെക്കും എന്ന് പറയണതിൽ വലിയ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പിൽസ് കഴിക്കുന്നവർ യൂഷ്വൽ പോലെ എക്സസൈസ് ചെയ്ത് ഡയറ്റിലൊക്കെ നോർമൽ ഡയറ്റ് എടുക്കുന്നവരൊന്നും തടി വെക്കില്ല. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യണ വളരെ ലോ ഡോസ് പില്ലാണ്. ഓക്കെ, അഥവാ ബോഡി വന്നിട്ട് ആദ്യത്തെ 1-2 മാസം അങ്ങനെ ഒരു ചെറിയ മേ ബി ഒരു 2 to 3 months ബോഡി അതുമായിട്ട് യൂസ് ടു ആവാൻ ഒരു ചെറിയ സമയം എടുക്കും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നോർമലാവും. ഒരിക്കലും ആ മരുന്ന് കാരണം വലിയ തടി വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ ഒരു 2 മാസം ചിലപ്പോൾ ഒരു ചെറിയ ഇത് തടിയല്ല, ആക്ച്വലി കുറച്ച് വെള്ളം കെട്ട് ദേഹത്തിൽ ഉണ്ടാവും, അതുകൊണ്ട് തോന്നണതാണ്. ഒരു 2 മാസം കഴിയുമ്പം അതിൻ്റെ ഇഫക്റ്റ് പോകുമ്പം ഈ മരുന്നുമായിട്ട് നമ്മളെ ബോഡി യൂസ് ടു ആകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഓക്കെ, ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഇപ്പോൾ ഈ ടാബ്ലറ്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ഒരേ ഒരു കാരണം അത് മറന്നു പോകാണ്ടിരിക്കുക. ഇപ്പോൾ ഞാനൊക്കെ യൂഷ്വലി പറയണേ, ഇപ്പോൾ ഇന്നലെ രാത്രി കഴിക്കാനുള്ളത് മറന്നുപോയി പിറ്റേ ദിവസം രാവിലെ ഓർക്കുമ്പോൾ ആദ്യത്തെ മൊമെന്റിൽ അങ്ങ് കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം 2 എണ്ണമായിട്ട്. 2 ദിവസത്തിൽ കൂടുതൽ മറന്നു പോവുക, 2 ദിവസത്തിൽ കൂടുതൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മറന്നു പോവുകയാണെങ്കിൽ പിൽസ് കണ്ടിന്യൂ ചെയ്യുക, പിന്നെയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ കോണ്ടമും കൂടെ യൂസ് ചെയ്തോളുക. അതാണ് പിന്നെയുള്ള മാർഗം.